ഹലോ ഗൈസ്, ആരൊക്കെയാണ് FCRA ബില്ലിനെ ഭയപ്പെടുന്നവർ? പലതും ഒളിക്കാനും മറയ്ക്കാനും ഉള്ളവർക്കാണ് FCRA ബില്ലിനെ ഭയം എന്നതാണ് അതിനുള്ള സിമ്പിളായ ഉത്തരം. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അക്കൗണ്ടബിൾ ആവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. വിദേശത്ത് നിന്ന് ഇന്ത്യയിലെ സംഘടനകൾക്കും വ്യക്തികൾക്കും ലഭിക്കുന്ന ഫണ്ടുകളുടെ വരവും ഉപയോഗവും നിയന്ത്രിക്കുന്ന നിയമമാണ് FCRA. രാജ്യ സുരക്ഷയ്ക്കും രാജ്യ താൽപര്യത്തിനും പൊതുക്രമത്തിനും ഭീഷണിയാവാതെ വിദേശ സഹായങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനുള്ള നിയമമാണിത്. നിങ്ങളുടെ വീട് നിൽക്കുന്ന ഇടം ഒരു പ്രശ്നബാധിത മേഖലയാണെന്ന് സങ്കല്പിക്കുക. അവിടെ നിങ്ങൾ ഒരു സഞ്ചാരിക്ക് വീട്ടിൽ കുറച്ചു നാളത്തേക്ക് അഭയമേകി എന്നും കരുതുക. അയാൾ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ ഓരോ ചാക്കുകെട്ടുകൾ ഓരോ ദിവസവും കൊണ്ടുവെക്കുന്നു എങ്കിൽ നിങ്ങൾ അത് അനുവദിച്ചു കൊടുക്കുമോ? ചാക്കിൽ ആയുധമാണോ, കഞ്ചാവാണോ, അതോ ഉപദ്രവമൊന്നുമില്ലാത്ത എന്തെങ്കിലും സാധനങ്ങളാണോ എന്നറിയാത്തിടത്തോളം അതൊരു ഭീഷണി തന്നെയാണ്, അല്ലെ? ഇനി ഉപദ്രവമൊന്നും ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ തീർച്ചയായും അയാൾ നിങ്ങളുടെ അനുമതി എടുത്തിരിക്കും, ചാക്കുകെട്ട് നിങ്ങളെ തുറന്ന് കാണിച്ചും തന്നിരിക്കും. ഇത് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ രാജ്യത്തേക്ക് വർഷാവർഷം ഒഴുകുന്ന ഭീമമായ ഒരു തുക രാജ്യത്ത് ഏത് വിധത്തിലാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെയായിരിക്കും ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുക. ഇതിൽ നിന്ന് എന്ത് റീസൺ കൊണ്ടാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു തരത്തിലും ഒഴിവാകാൻ പാടില്ല എന്നത് തന്നെയാണ് യുക്തിസഹമായ കാര്യം. ഇതേ യുക്തി വെച്ച് തന്നെ FCRAയെ എതിർക്കുന്നവർക്ക് തീർച്ചയായും പൊതുജനം അറിയരുതാത്തത് എന്തോ അല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിനും സുരക്ഷയ്ക്കും എതിരായതെന്തോ ഒളിക്കാനുണ്ടാകും, ഉറപ്പല്ലേ? ഇങ്ങനെയുള്ള കള്ളന്മാരുടെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് നിശ്ചയദാർഢ്യത്തോടെ ഇത് നടപ്പാക്കാൻ തയ്യാറെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് എന്റെ എല്ലാവിധ പിന്തുണയും ഞാൻ അറിയിക്കുന്നു. എന്റെ മാത്രമല്ല, ഈ നാട് നന്നാവണമെന്നും സുരക്ഷിതമായിരിക്കണമെന്നും അഴിമതി രഹിതമായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും പിന്തുണ ഇതിനുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഒളിക്കാനുള്ള കള്ളപ്പണം പറ്റുന്നവരുടെ കൂട്ടായ പാറ്റ മോഡൽ കലാപങ്ങൾക്കെല്ലാം ഇതോടുകൂടി ഒരു ശമനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ ഇതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. എന്താണെന്നല്ലേ? ഇതുകൊണ്ട് പല മലയാളം മാപ്രകളും തൊഴിൽ രഹിതരായേക്കാം. എല്ലാവരും അല്ല കേട്ടോ, ചിലരൊക്കെ. സാരമില്ല മാപ്രകളെ, ഇനിയെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. പണിയെടുത്ത് ജീവിക്കുന്നതായിട്ടുള്ള കുറച്ച് വിയർപ്പിന്റെ പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവും. ഇത്ര നാള് നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ചതിന്റെ ഒരു കഷ്ടപ്പാട് ഉണ്ടാവും. അതൊന്ന് മാറ്റിയെടുക്കാൻ സാരമില്ല, ശരിയാവും. പിന്നെ പണിയെടുത്ത് ജീവിക്കുന്നതിന്റെ ഒരു സുഖവും കിട്ടും കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.